വെൽക്കം ടു കോഡ് യുറക്ക. ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ പ്രോഡക്ട്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ക്ലയൻസിൻ്റെ പ്രോഡക്ട്സിന് വേണ്ടിയിട്ടോ നമുക്കൊരു ഇമേജസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പ്രോഡക്റ്റിന് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു AI ടൂളാണ്. ഈ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇമേജ് ജനറേറ്റ് ചെയ്യും. ഇപ്പം നമുക്കൊരു ചിപ്സിൻ്റെ ആണെങ്കിൽ ഇതുപോലെ നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു കോളയുടെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ജനറേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ പല പോസ്റ്ററുള്ള ഇത് അപ്ഡേറ്റ് ചെയ്ത് തരും. ഇതിന് നമുക്ക് ഇഷ്ടമുള്ളത് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ആഡ്സിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ ആഡ്സിന് വേണ്ടിയിട്ടും അല്ലാതെയൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ടൂള് എന്താണ്, ഇതെങ്ങനെയാണ് നമുക്ക് ഈ പിക്ചർ ജനറേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഫ്രീ പിക്ക് എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്. അതിലേക്കാണ് ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഹോം സ്ക്രീനിലേക്ക് പോകും. ഇതാണ് അതിൻ്റെ ഹോം സ്ക്രീൻ. അപ്പോൾ ഇവിടെ freepic.com വന്നു. ഇവിടെ തന്നെ സൈൻ ഇൻ ഓപ്ഷൻ ഉണ്ട്. സൈൻ ഇൻ കൊടുക്കുക. സൈൻ ഇൻ കൊടുക്കുമ്പോൾ നമ്മുടെ ഗൂഗിൾ ID വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതിപ്പം ഇതിൽ ലോഗിൻ ആണെങ്കിൽ അത് കാണിക്കുക. അത് വെച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്യും. ഓക്കെ, കണ്ടിന്യൂ കൊടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ ഹോം സ്ക്രീനിലേക്ക് വരും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്കിത് ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇത് നിങ്ങൾ ജസ്റ്റ് ക്ലോസ് ചെയ്യുക. അതാണ് ഇവിടെ ജനറേറ്റ് ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിക്ചർ ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ സൈഡ് വരും. പ്രോംപ്റ്റ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരും. ഇവിടെ നമ്മൾ നമുക്ക് വേണ്ട പ്രോംപ്റ്റ് എന്താണെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ജസ്റ്റ് ഞാനിപ്പോൾ ഒരു കോളേനാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു പ്രോംപ്റ്റ് കൊടുക്കുന്നു. ക്രിയേറ്റ് എ കൂൾ ഡ്രിങ്ക് ബോട്ടിൽ സിമിലർ ടു കൊക്കക്കോള. എന്നിട്ട് അതിൻ്റെ പേരെന്താണെന്ന് കൊടുക്കണം. നെയിംഡ് റെഡ് കോക്ക്. ഞാൻ റെഡ് കോക്ക് എന്ന് കൊടുക്കുകയാണ്. റെഡ് കോക്ക് ഇൻ ഹാൻഡ് റിട്ടൺ ഫോൺ സ്റ്റൈൽ എന്നൂടെ കൊടുക്കുകയാണ്. ഫോൺ സ്റ്റൈൽ നിങ്ങൾ ഇതുപോലെ തന്നെ കൊടുത്താൽ മതി. നിങ്ങളുടെ പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ അതുപോലെ തന്നെ എടുക്കുക. നമ്മുടെ ഒരു അതിന് സിമിലർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ, ഒരു ഇൻ്റർനാഷണൽ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കൊക്കക്കോളയ്ക്ക് സിമിലറായിട്ട് ചെയ്യാനായിട്ട് അവിടെ കൂൾ ഡ്രിങ്ക് ബോട്ടിൽ സിമിലർ ടു കൊക്കക്കോള എന്നാണ് പറയുന്നത്. അപ്പോൾ കൊക്കക്കോളയ്ക്ക് സിമിലറായിട്ട് എന്നാൽ അതുമായിട്ട് കോപ്പിറൈറ്റ് വരാത്ത രീതിയിൽ ഒരു ഇമേജ് ഈ AI നമുക്ക് ജനറേറ്റ് ചെയ്തിട്ടും. എന്നിട്ട് ഇവിടെ ജനറേറ്റ് കൊടുക്കുക. ഇവിടെ താഴേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. നാല് ഇമേജസ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറയുന്നത്. ഇത് വേണമെങ്കിൽ കൂട്ടി കുറയ്ക്കുകയോ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ സൈസ് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാം. ഏത് വേണം എന്നുള്ളത് നമ്മളിപ്പോൾ സ്ക്വയർ സെലക്ട് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസ് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇവിടെ ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്യും. എന്നിട്ട് ജനറേറ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഇവിടെ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ജനറേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഇതാണ് കാണിക്കുന്നത്. അതിപ്പോൾ ജനറേറ്റ് ചെയ്യും. ജസ്റ്റ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. ഇത് ജനറേറ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇതാണ് കാണിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇമേജ് കാണണമെങ്കിൽ തന്നെ ഇവിടെ ഒരു ഇതുണ്ട്. ഇതിൽ പോയിട്ട് ഓൾ ഇമേജ് എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇമേജ് എന്നുള്ളടത്ത് ഓൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിപ്പോൾ ഈ ജനറേറ്റ് ആയ ഇമേജ് ഫുള്ള് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. കേട്ടോ, ഇപ്പോൾ ഇത് ജനറേറ്റ് ചെയ്ത് തന്നേക്കുന്ന ഇമേജാണ്. നമ്മൾ പറഞ്ഞ റെഡ് കോക്ക് എന്നാണ് നമ്മുടെ ഇതിൻ്റെ പേര് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, ഇൻ ഹാൻഡ് റിട്ടൺ ഫോൺ സ്റ്റൈൽ സിമിലർ ടു കൊക്കക്കോള എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ജനറേറ്റ് ചെയ്തേക്കുന്നതുണ്ടോ. ഈ ഇമേജസ് ഒക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിലും ഇതിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നിട്ട് ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡൗൺലോഡ് ആവും. PNG വേണോ JPEG വേണമെങ്കിലും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഞാൻ JPEG കൊടുക്കുന്നു, ഡൗൺലോഡ് കൊടുക്കുന്നു. ഇവിടെ നമുക്ക് ഡൗൺലോഡ് ആയിട്ടുണ്ട്. കണ്ടോ, ഇത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആയിട്ട് വരും. നമ്മുടെ ഇമേജ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നമുക്ക് ഈ ഇമേജസ് എല്ലാം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയും ഇമേജസ് ആണ് ഇത് ജനറേറ്റ് ചെയ്തത്. വീണ്ടും ജനറേറ്റ് ചെയ്ത് അടുത്ത സെറ്റ് ഓഫ് ഇമേജ് ജനറേറ്റ് ചെയ്യും. ഇനിയിപ്പോൾ നമുക്കിത് മാറ്റിയിട്ട് നമ്മുടെ ഒരു ചിപ്സ് പാക്കറ്റാണ്. അതിൻ്റെ എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നത്, ക്രിയേറ്റ് കൂൾ ഡ്രിങ്ക് എന്ന് മാറ്റി നമ്മൾ എന്ത് വേണം, ചിപ്സ് പാക്കറ്റ്സ് എന്ന് കൊടുക്കണം. ചിപ്സ് പാക്കറ്റ് സിമിലർ ടു കൊക്കക്കോള എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് ലേസ് എന്ന് കൊടുക്കാം. ലേസ് നെയിം റെഡ് കോക്ക് എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് ഹോട്ട് ചിപ്സ് എന്ന് കൊടുക്കാം. അതിനുശേഷം ഇപ്പം നമ്മൾ ചെയ്തത് എന്താ, നമ്മുടെ ഒരു ഹോട്ട് ചിപ്സ് എന്ന് പറഞ്ഞ ചിപ്സിന് ലേസുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു AI ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ഉണ്ടാക്കുകയാണ്. അതിൻ്റെ ഒരു ആഡിന് വേണ്ടിയിട്ടും കവർ ഫോട്ടോയും നമ്മൾ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ജനറേറ്റ് കൊടുക്കുക. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഇമേജ് അത് ജനറേറ്റ് ചെയ്ത്
അപ്പോൾ അത് ജനറേറ്റ് ആയിട്ട് കണ്ടോ ഹോട്ട് ചിപ്സ് നമ്മൾ ഉദ്ദേശിച്ച ഇവിടെ കാണുന്ന ഓൾ പോവുക ഇവിടെ ഓൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഇതുവരെ ജനറേറ്റ് ചെയ്ത എല്ലാ ഇമേജസും ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇപ്പം നമുക്കിവിടെ നമ്മുടെ ഫുൾ ഇമേജസ് കാണുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഹോട്ട് ചിപ്സിൻ്റെ ഇപ്പം നമുക്ക് ജനറേറ്റ് ആയ ഇമേജസ് ആണ് ഈ കാണുന്നത്. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഡൗൺലോഡ് എടുത്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ആവും. കണ്ടോ ഹോട്ട് ചിപ്സ്, അതിൻ്റെ പല വെറൈറ്റി ഇമേജസ് ആണ് ഈ കാണുന്നത്. ഇത് നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. നല്ല ക്ലാരിറ്റിയുള്ള കിടിലം ഇമേജസ് ആണ്. ഇതുപോലെ നമുക്ക് നമ്മുടെ എല്ലാ പ്രോഡക്ട്സിൻ്റെയും ഇതുപോലെ നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ക്ലയൻസിനും നമുക്കൊക്കെ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ടൂളാണ് ഈ ഫ്രീ പിക്ക്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ്.